ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഗുഡ് മോർണിംഗ്. യേശുവിനെ പോലെയാകും പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നതായ വിഷയം എന്നത് ആരോഗ്യത്തിന് പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതായ ഒരു വിഷയത്തിന്മേലാണ്. പ്രിയരെ, സത്യവേദ പുസ്തകം ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 1 തിമോഥെയോസ് 4:12 വാക്യം ഇപ്രകാരം പറയുന്നു: ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസതയിലും നിർമ്മതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. പ്രിയരെ, കൂട്ടുവിശ്വാസികൾക്ക് മാതൃകയായിരിക്കത്തക്ക തരത്തിൽ നാം ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് സത്യവേദ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1000-ൽ ഒരാൾ പോലോ വിവാഹിതരോ അല്ലെങ്കിൽ അവിവാഹിതരോ ആയിരുന്നാലും ശീലങ്ങളിലുള്ളതായ വിശുദ്ധിയുടെ പ്രാധാന്യം, ശരീരത്തിൻ്റെ ശുചിത്വവും അതുപോലെ തന്നെ ചിന്തകളുടെ നിർമ്മലതയും സംരക്ഷിക്കുവാനായി ദൈവമക്കളായിരിക്കുന്നവർ ബാധ്യസ്ഥരാകുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. പ്രിയരെ, പ്രകൃതി നിയമങ്ങളോടുള്ളതായ അനുസരണക്കേടും മുഖാന്തരം ദൈവത്തിൻ്റെ ജനം പലപ്പോഴും മരണത്തിന് കീഴടങ്ങി പോകുന്നതായ അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള സത്യം നാം വിസ്മരിച്ചുകൂടാ. നിയമങ്ങളുടെ അവഗണനയും അതുപോലെ തന്നെ രോഗത്തിലും മരണത്തിലും നിശ്ചയമായും കൊണ്ടെത്തിക്കും എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. പ്രാണനും ശരീരവും ആത്മാവും എങ്ങനെ ദൈവസേവനത്തിനായി സമർപ്പിക്കണം എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. വീണ്ടും തിരുവചനം 1 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ചിന്താശക്തി, അതായത് തിരിച്ചറിവ് ഉള്ള ജീവികളായിട്ട് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു എങ്കിൽ പോലും പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്നതായ നിയമങ്ങളെ അനുസരിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. നമുക്കറിയാം, സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ തന്നെ വിലക്കപ്പെട്ടതായ ഫലം കഴിച്ചത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്ന് സംഭവിക്കുന്നു എന്നുള്ളത് ആദമിൻ്റെ ഹവ്വയുടെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നുള്ള കാലഘട്ടത്തിലും ദൈവത്തിന് ഹിതമല്ലാത്തതായ ഭക്ഷണപാനീയങ്ങളിലൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായ മന്ദിരമായിരിക്കുന്ന ദൈവമക്കളുടെ ശരീരം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് ജനം മാറിപ്പോകുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വീണ്ടും ദാനിയേൽ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ, ശദ്രക്ക്, മേശക്, അബേദ്നെഗോ എന്നിവരുടെ പാഠം നമുക്കുണ്ടെങ്കിലും പലരും അത് പഠിച്ച് വിസ്മരിച്ച് കളയുന്നതായ ഒരു ദുരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്നാലോ വീണ്ടും കൊരിന്ത്യരുടെ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 3:17 പറയുന്നു: ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സമ്പത്തായിട്ട് ദൈവം നമ്മെ കാണുന്നു എങ്കിലും ആ സമ്പത്തിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് മനുഷ്യൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യരെ സർവശക്തനായ ദൈവം സൃഷ്ടിച്ചപ്പോൾ പരിപൂർണ ആരോഗ്യവാന്മാരായി സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ പോലും പിന്നത്തേതിൽ നാം തിരുവചനം പഠിച്ചു വരുന്നതായ സമയത്ത് അവരുടെ ആരോഗ്യവും ആയുസ്സും ഏറെ കുറഞ്ഞു പോകുന്നതായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. ഏറെയായി 70 അല്ലെങ്കിൽ 80 എന്നുള്ളതായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ആയുസ് മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും ദൈവം നൽകിയിരിക്കുന്നതായ ആരോഗ്യ നിയമങ്ങൾ ലംഘിക്കുന്നത് മുഖാന്തരം തന്നെ ആകുന്നു അവരുടെ ആയുസ്സിനും ഇത്രത്തോളം കുറവ് വന്നിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവ നിയമത്തിൻ്റെ ലംഘനം തന്നെയാണ് ശാരീരിക നിയമത്തിൻ്റെ ലംഘനവും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യ
ശരീരത്തിൻ്റെ സ്രഷ്ടാവായിരിക്കുന്ന ക്രിസ്തു തന്നെയാണ് ധാർമ്മിക നിയമത്തിൽ എന്ന പോലെ ശരീര സംബന്ധമായ നിയമങ്ങളുടെയും രചയിതാവ് എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. അങ്ങനെയെങ്കിൽ നാം ദിനം പ്രതി ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നതായ തലത്തിൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ശരീരത്തെ നാം തീർച്ചയായും വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ളത് നാം മറക്കരുത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. പ്രിയരെ, അപ്രകാരമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആരോഗ്യ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ നല്ലൊരു പ്രഭാതം ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടവരുത്തിയല്ലോ. ഈ കേട്ടതായ തിരുവചനത്തിന് പ്രകാരം ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന ദൈവം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഓരോ ദൈവമക്കളെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. അടിയങ്ങൾക്ക് ഇത് അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം സർവേശ്വര നീ ഇടവരുത്തണം. കൃപയാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കും, പരിപാലിക്കും. സകലതും അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.